ആശങ്കയുടെ നാളുകൾ അതിജീവിച്ച് ജീവിതത്തിലേക്ക് തിരികെ എത്തിയ ഹൃദയങ്ങൾ ഒരേ വേദിയിൽ സംഗമിച്ചു. ജീവിതത്തിലേക്ക് തിരികെ നടത്തിയ ഡോക്ടർമാരെയും താങ്ങായി നിന്ന കുടുംബാംഗങ്ങളെയും സാക്ഷിയാക്കി അവർ അനുഭവങ്ങൾ പങ്കുവച്ചു. എറണാകുളത്ത് ലിസി ഹോസ്പിറ്റലും ഹാർട്ട് കെയർ ഫൗണ്ടേഷനും സംയുക്തമായി നടത്തിയ ഹൃദയ സംഗമം സ്നേഹത്തിന്റെയും അതിജീവനത്തിന്റെയും അവിസ്മരണീയ ഒത്തുചേരലായി. ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് ലിസി ആശുപത്രി ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം ഹൃദയസ്പർശിയായ നിമിഷങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. ചടങ്ങ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് സ്വതന്ത്ര ഡയറക്ടർ VJ കുര്യൻ ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ രംഗത്തുണ്ടായ വളർച്ച ആയുർദൈർഘ്യം ഗണ്യമായി വർദ്ധിപ്പിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഹൃദയ ദിനത്തിൽ മാത്രമല്ല, എല്ലാ ദിവസവും സ്വന്തം ഹൃദയത്തെക്കുറിച്ച് ഓർക്കണമെന്ന് ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം പറഞ്ഞു. ഹൃദ്രോഗം നമ്മുടെ ലോകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ജീവൻ അപഹരിക്കുന്ന ഒരു രോഗമായിട്ട് മാറിയിരിക്കുകയാണ്. ക്യാൻസറിനേക്കാളും അതുപോലെ തന്നെ റോഡപകടങ്ങളെക്കാളും കൂടുതലായിട്ട് മനുഷ്യജീവിതങ്ങളെ അപഹരിക്കുന്ന ഒരു രോഗമാണ് ഹൃദ്രോഗം. അതിനെ തടയുക അല്ലെങ്കിൽ അതിനെ തടയാനുള്ള എഡ്യൂക്കേഷൻ സാധാരണ ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് ലോക ഹൃദയ ദിനത്തിനുള്ളത്. അതൊരു ദിവസം മാത്രമല്ല, അതൊരു വർഷത്തെ ആഘോഷങ്ങളുടെയും ആചരണങ്ങളുടെയും പരിസമാപ്തിയായിട്ടാണ് 29 സെപ്റ്റംബറിൽ നമ്മൾ ലോക ഹൃദയ ദിനം അവസാനിപ്പിക്കുന്നത്. ഹൃദ്രോഗ ചികിത്സാ രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ഈ വർഷത്തെ വൊക്കേഷണൽ എക്സലൻസ് പുരസ്കാരം പ്രമുഖ കാർഡിയോളജിസ്റ്റായ ഡോക്ടർ മുല്ലശ്ശേരി അജിത് ശങ്കർദാസിന് VJ കുര്യൻ സമ്മാനിച്ചു. 50,000 രൂപയും പ്രശംസാപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ചെന്നൈ മദ്രാസ് മെഡിക്കൽ മിഷനിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാർഡിയോ വാസ്കുലർ ഡിസീസസ് വിഭാഗത്തിന്റെ ചെയർമാനും മേധാവിയുമാണ് ഡോക്ടർ അജിത് ശങ്കർദാസ്. സംഗമത്തിൽ ലിസി ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ഡോക്ടർ പോൾ കരേടൻ അധ്യക്ഷനായി. ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ ട്രസ്റ്റി ഡോക്ടർ ജേക്കബ് എബ്രഹാം, സെക്രട്ടറി രാജു കണ്ണമ്പുഴ, കൊച്ചി റോട്ടറി ക്ലബ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ജോസഫ്, മെഡിക്കൽ പാനൽ ചെയർമാൻ ഡോക്ടർ റോണി മാത്യു കടവിൽ തുടങ്ങിയവർ പങ്കെടുത്തു. സംഗമത്തോടനുബന്ധിച്ച് ബോധവത്കരണ ക്ലാസുകളും വിദഗ്ധരുമായുള്ള സംവാദവും നടന്നു. ന്യൂസ് മലയാളം, കൊച്ചി.